എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസത്തെ ഉച്ചവരെയുള്ള ജോലികളും അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളുമാണ് നമ്മൾ ഈ ഒരു വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പുതിയ കൂട്ടുകാർക്കായിട്ട് പറയുകയാണ്, നമ്മളിപ്പോൾ താമസിക്കുന്നത് സ്വീഡനിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഞാനിന്ന് ഈ ഒരു വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞായറാഴ്ച പൊതുവേ നമ്മൾ ലേറ്റായിട്ടാണ് എണീക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ഞായറാഴ്ച ഞാൻ നേരത്തെ എണീറ്റു, ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കം വന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ പൊന്നു എണീറ്റു. ഇപ്പോൾ ഒരു സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മൊത്തം ഹസ്ബൻഡ് ഉറക്കമാണ്. ഇപ്പോൾ നല്ല വെളിച്ചമാണ്. ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് പകൽ വളരെ കൂടുതലാണ്, രാത്രി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡാർക്കായിട്ടുള്ള കർട്ടൻസൊക്കെ ഇട്ടാണ് നമ്മൾ ഒരു ഇരുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഇന്നൊരു ക്ലൗഡി, അതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയും ഒരു ദിവസം കാണും. അപ്പം സണ്ണി ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ നല്ല മഴ. ശനിയാഴ്ച നല്ല മഴയായിരുന്നു. അപ്പോൾ ആ ഒരു മഴ കാരണം ഗ്ലാസ്സിലെല്ലാം പൊടിയായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇന്ന് രാവിലെ നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റാണ്. ഒരുപാട് ചൂടൊന്നുമില്ല, നല്ലൊരു തണുപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മറിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു സമ്മർ നല്ല തണുപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം പൊല്യൂഷനൊക്കെ കുറവായതുകൊണ്ട് കാരണം നല്ല തണുപ്പാണ്, നല്ലൊരു ക്ലൈമറ്റാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലെ ഒരു വ്യൂ ആണ്. അപ്പോൾ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ദൂരെ കാണുന്നത് ഒരു സ്കൂളാണ്. നല്ല രസമാണ് ഇവിടെ നിന്ന് നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മൈക്രോ ഗ്രീൻസൊക്കെ ഉണ്ട്. അപ്പോൾ മൈക്രോ ഗ്രീൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നതിന് മുൻപ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അത് ഇവിടുന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ എപ്പോഴും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് അകത്ത് വെച്ചിട്ടുണ്ട്, നല്ലൊരു പച്ചപ്പ് കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ അടുത്ത് വാങ്ങിച്ചൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ രാവിലെ സമയത്ത് ഞാൻ 2 വീഡിയോ എഡിറ്റ് ചെയ്തു. കുറച്ചൊരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തു എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് രാവിലെ ഞാനിന്ന് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അരി ഉഴുന്ന് ഞാൻ ഞായറാഴ്ച വൈകിട്ടാണ് അരച്ച് വെക്കുന്നത്, അപ്പം വീക്ക് ഡേയ്സിൽ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് അരിയൊന്നും അരച്ചിട്ടില്ലായിരുന്നു. അപ്പം അവരുടെ ഒരു സ്വീഡിഷ് സ്റ്റൈലിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇന്ന് അവർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട ഒന്ന് പ്രഷർ കുക്കറിൽ പുഴുങ്ങാനായിട്ട് ഇടുകയാണ്. അപ്പോൾ ഈ ഒരു പ്രഷർ കുക്കർ എന്ന് പറയുമ്പോൾ നല്ലൊരു കുക്കറായിരുന്നു. അപ്പോൾ ഞാനത് കേക്ക് ഉണ്ടാക്കി അത് നശിപ്പിച്ചു. ശരിക്കും നമ്മൾ ഈ നല്ല കുക്കറിലൊന്നും ഒരിക്കലും കേക്ക് ഉണ്ടാക്കരുത്, കുക്കർ ചീത്തയായി പോവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് ഓവനില്ലാതെ ഞാൻ കേക്ക് ഉണ്ടാക്കാത്തതിനുള്ള മെയിൻ കാരണം ഇതാണ്. നമ്മുടെ പാത്രം പെട്ടെന്ന് കേടായി പോവും. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ അധികം കേടായ പാത്രങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നല്ലൊരു പാത്രം എടുത്ത് ചെയ്തപ്പോൾ കേടായിപ്പോയി. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അരിയും കഴുകി ഇന്ന് പ്രഷർ കുക്കറിലാണ് അരി വെക്കുന്നത്. അപ്പോൾ അരി നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു. ഇനി കുട്ടികൾക്ക് നമ്മൾ ഇപ്പോൾ ഒരു ക്രാക്കർ ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹാർഡ് ബ്രെഡ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് കുറച്ച് കട്ടിയുള്ളൊരു ബ്രെഡാണ്. നമുക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല, കുറച്ച് ഹാർഡാണ്. പക്ഷേ ബട്ടർ കൂട്ടി കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇവർ പ്രീ സ്കൂളിലൊക്കെ ഈ ഒരു ബ്രെഡും ബട്ടറും കൂടെയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡിൽ അവർ ഇതുപോലെ പച്ചക്കറി, ക്യാപ്സിക്കം, പിന്നെ മുട്ട ഒക്കെ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് അവർ കഴിക്കും. അപ്പോൾ ഇന്ന് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, ബട്ടറും എഗ്ഗും എല്ലാം കൂടി ചേർന്നിട്ട്. അപ്പോൾ കുറച്ച് അധികം നേരം അവർക്ക് വിശക്കില്ല, അത്രയൊന്നും കഴിക്കൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വെച്ച് കൊടുത്തു. അപ്പം പകുതി ഇപ്പോൾ കഴിക്കും, പകുതി പിന്നെ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഒരു ഓട്സിൻ്റെ സ്മൂത്തിയാണ്. അപ്പോൾ ഓട്സ് സ്മൂത്തിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് സൗണ്ട് ഇല്ലാതെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു സ്മൂത്തിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. ഏത് ഓട്സ് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഓട്സ് ഒരു 100 ഗ്രാം അത്രയും മതിയാകും ഓട്സ് ഇതിലേക്ക്. അതുപോലെ തന്നെ ഒരു പഴം, അധികം പഴുക്കാത്ത പഴമാണ് നല്ലത്. ഒത്തിരി പഴുത്താൽ അതിൽ ഒത്തിരി ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അതുപോലെ കുറച്ച് ബ്ലൂബെറി, പിന്നെ കുറച്ച് പാൽ ഒരുപാട് ഒഴിക്കില്ല, കുറച്ച് പാലും പിന്നെ കുറച്ച് വെള്ളമാണ് ഞാൻ എടുത്തുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മുഴുവനായിട്ടും പാലിലിത് ബീറ്റ് ചെയ്തെടുക്കാം.
ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഓട്സൊക്കെ എപ്പോഴും കുക്ക് ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അത് റോ ആയിട്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. കുക്ക് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതുപോലെ സ്മൂത്തി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഓട്സും അതുപോലെ തന്നെ തൈരും കൂടി, ലോ ഫാറ്റ് തൈരും കൂടി കഴിക്കാൻ നല്ലതാണ്. അതിൽ ബെറീസും നട്ട്സും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഈ ഒരു ഓട്സ് സ്മൂത്തിയാണെന്ന് കഴിച്ചത്. ഈ ഒരു സ്മൂത്തി കുടിച്ചാൽ നമുക്ക് വിശക്കത്തൊന്നുമില്ല. കുറേ നേരം നമുക്ക് വിശക്കാതെ ഇരിക്കും. നമ്മൾ റൈസിൻ്റെ ഐറ്റംസ് കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം വിശക്കാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബീഫ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഏത് ടൈപ്പ് ബീഫാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫാറ്റുള്ള ബീഫ് നോക്കി വാങ്ങുക, ഇതുപോലെ മാർബിൾ ഡിസൈനുള്ള ബീഫ് നോക്കി വാങ്ങുക. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. മുഴുവനും റെഡായിട്ടിരിക്കുന്ന ബീഫിന് ഒരു ടേസ്റ്റും കാണില്ല. അപ്പോൾ ആ ഒരു ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാനിവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, ഞാനിതിന് മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ബീഫ് കറി കൂടാതെ ഒരു പരിപ്പ് വെക്കുന്നുണ്ട്. ഇവിടെ എന്നും പരിപ്പാണ്, കാരണം മക്കൾക്ക് ഇഷ്ടമുള്ള കറിയല്ലേ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് എരിയുള്ള കറിയൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മത്തങ്ങയും പരിപ്പും കൂടെ ഒരു പരിപ്പാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് അതുപോലെ ഓവനിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ പൊട്ടറ്റോ ആണ്. അപ്പം ഇത് നന്നായിട്ട് കഴുകിയിട്ടെടുത്തിട്ടുള്ളതാണ്. ഇത് തൊലിയോട് കൂടി തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളൊരു ട്രെയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവനിൽ നമ്മൾ കുറച്ച് പൊടികളും കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ നല്ലതാണ്. നമ്മൾ മെഴുക്ക് വരട്ടുന്നതിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ഞാനിവിടെ കുറച്ച് ഒറിഗാനോ, അതുപോലെ തന്നെ കുറച്ചൊരു പാപ്രിക്ക, കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ഒലിവ് ഓയിലും ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ബേക്ക് ചെയ്യുമ്പം ഞാൻ ചെയ്തിട്ടുള്ളത് 200 ഡിഗ്രിയിൽ 1/2 മണിക്കൂറാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇടയ്ക്ക് ഇളക്കിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഇത് ബേക്കാക്കി കിട്ടും. അപ്പോൾ 2 കോയിലും ഓണാക്കിയിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഞാൻ ഏറ്റവും താഴത്തെ തട്ടിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ഈസിയാണ്. ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഒരു 12 മണി ഒക്കെ ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പം കുറച്ച് വാട്ടർമെലൺ ഒന്ന് ജ്യൂസ് അടിച്ച് പിള്ളേർക്ക് കൊടുത്തു. നമ്മൾ ഓവനിൽ വെച്ചിട്ടുള്ള പൊട്ടറ്റോയും നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു സമയം ഒരു 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ചൊന്നും ഞാൻ എടുത്തില്ല കഴിക്കുന്നത്. കുട്ടികൾ കുറച്ച് പടമൊക്കെ വരച്ചിട്ട് അവർ കളിയാണ്. ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയത് കാരണം ഒരുപാട് അവർക്ക് നമ്മൾ എൻ്റർടൈൻ ചെയ്യണം. അപ്പം ഇതുപോലെയുള്ള പെയിൻറ്റിങ്സ്, വാട്ടർ കളർ, അങ്ങനെ കുറേ സമയം അങ്ങനെ ഒരു സ്പെൻഡ് ചെയ്യും. വൈകിട്ട് അടിപൊളി ഒരു കാപ്പി ഉണ്ടാക്കി. ആ ഒരു കാപ്പിയുടെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണം. ഒരു അടിപൊളി ഫിൽറ്റർ കോഫിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് പുറത്തു പോയായിരുന്നു. ഒരു ജോലിയുള്ള ദിവസം, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നമ്മൾ അടുത്തുള്ളൊരു ഗ്രോസറി ഷോപ്പിലേക്ക് കൂടിയാണ് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുകൂടെയുള്ളൊരു വഴിയാണത്. അപ്പോൾ എല്ലാം വീടുകളിലും നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഒരുപാട് റോസാപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽപ്പുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ പോകുന്ന വഴിക്ക് മുഴുവനും റോസാണ്. ഇതുപോലെ നല്ലതായിട്ടിങ്ങനെ കൊലകൊലയായിട്ട് പൂത്ത് നിൽക്കുക. അടിപൊളിയാണ്. നല്ലൊരു സ്മെല്ലുമാണ് അതിൻ്റെ അടുത്തൂടെ പോകാനായിട്ട്. ഇത് പൊന്നുൻ്റെ ഫ്രണ്ട്സാണ് പോയത്. അപ്പോൾ ഇവർ സ്ട്രോളറിലൊന്നും നിൽക്കില്ല, അവർ നടന്നാണ് പോകുന്നത്. ഇത് കുറച്ച് ദൂരമുള്ളൊരു കടയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് തിരക്കൊന്നുമില്ലാത്തൊരു കടയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് സാധനം മേടിച്ചത്. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സെക്ഷനാണിത്. അപ്പോൾ ഇവിടുത്തെ മിക്ക ഉരുളക്കിഴങ്ങും കിളിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു പാക്കറ്റ് ഉരുളക്കിഴങ്ങാണ് വാങ്ങിച്ചത്.
പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഒരു വഴി എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ വഴികളാണ്. അപ്പോൾ അവിടെ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല നല്ല വില്ലകളും അതുപോലെ ഇതുപോലെ ഒരുപാട് റോസുകളും ചെറി മരങ്ങളും ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട് ഈ വീടുകളിലൊക്കെ. ആപ്പിൾ, പിയർ അങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല രസമാണ്, അത് നന്നായിട്ട് കായ്ച്ചു കിടക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ പോയ വഴിക്കൊരു മരത്തിൽ നിറയെ ചെറികളുണ്ട്. നല്ല പുളിയായിരുന്നു, ഒരുപാടങ്ങ് പഴുത്തിട്ടില്ല, നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസത്തെ വ്ളോഗ് നമ്മൾ ഏകദേശം ഉച്ചവരെയുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ 6 മാസം മുൻപ് ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ മാൽമോ അതിൽ പോയപ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ അന്ന് ഈ കൊറോണ ഒന്നുമില്ല, നല്ല സുന്ദരമായ സമയമായിരുന്നു. അപ്പോൾ ഇതുപോലൊരു സമയം ഇനി എപ്പോഴാണ് തിരിച്ചു വരിക? Turn toward me and look so weak. I've never seen you with such tired eyes. And everything we said we'd be, we just traded for a suit coat and a tie. And underneath the rows of trees, I will see you where the ocean meets the sky. Your toes, the fire grows. You are ready for a different kind of life. You're silent, bold. The wind is cold. You must return to the wild. You're silent, bold. The wind is cold. You must return to the wild.
lay back and take your socks and shoes right off. That natural light is so damn polite, can make you feel just like you were young again. Standing underneath the rows of trees, I can see where the ocean meets the sky. Under our clothes, a fire grows. We are ready for this life of running wild. We're running wild. Underneath the rows of trees, I will see you where the ocean meets the sky. Under your toes, the fire grows. You are ready for a different kind of life. Silent bold, the wind is cold. You must return to the wild. Silent bold, the wind is cold. You must return to the wild. നമ്മളിപ്പോൾ കാണുന്ന ഒരു ബോട്ടാണ്. ആ ഒരു ബോട്ട് അവർ ഒരു റെസ്റ്റോറൻ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പോർട്ടാണ്, മാൽമോ പോർട്ടാണ്. ഇവിടെ എന്താണ് ബോട്ടും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കടലിന് അധികം തിരകളൊന്നുമില്ല, ഇതുപോലെ ശാന്തമായിട്ടുള്ളൊരു കടലാണ്. അതുപോലെ തന്നെ 2 അരയന്നങ്ങളെ നമുക്ക് കാണാം, കടലിൽ അരയന്നങ്ങൾ. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിവിടെ ഒത്തിരി ലേക്സ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് ഈ കടലിൽ കളിക്കുന്നതാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ തൊട്ട് പുറകിലായിട്ടാണ് ടേണിംഗ് ടോസോ ഉള്ളത്. അതൊരു ടവറാണ്, മാൽമോയിലെ ഒരു അട്രാക്ഷനാണ് ആ ഒരു ടവർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ഇടാം, കൊറോണയൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഇടാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സ്റ്റേ സേഫ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.